ബിഗ് ബോസ് സീസൺ 7 ശരിക്കും ഒരു സീരീസ്, കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആൻഡ് ഹൊറർ എല്ലാം കൂടെ ചേർന്ന ഒരു സീരീസ് ആണെന്ന് ഏഷ്യാനെറ്റ് തന്നെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടികളെ. വേറൊന്നുമല്ല, ഇപ്പം ദാണ്ട ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അതിനകത്ത് നെവിൻ അതിനകത്തൊരു കോമഡി ക്യാരക്ടറാണ്. പക്ഷെ അധികം ഒരു ക്യാരക്ടർ റോള് കാണിക്കുന്ന ഒരു ഫണ്ണി ക്യാരക്ടറാണ് നെവിൻ. അതായത് ഇപ്പം ഒരു സ്പൈക്കുട്ടൻ കയറി വന്നിട്ട് നെവിന്റെ പിറകെ പോയി നെവിൻ ചെയ്ത എന്തോ ഒരു കാര്യം, ശരിക്കും പറഞ്ഞാൽ ആ ഒരു തൊപ്പി മോഷണം പോയിട്ടുണ്ട്, ഒരിടത്തുനിന്ന് തൊപ്പി കാണുന്നില്ല. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം. ഏതായാലും അതൊരു ഫണി ആയിട്ട് കാണിക്കാം. പക്ഷെ ഇപ്പൊ നടക്കുന്ന ഒരു ടാസ്ക് അതിന് ഭയങ്കര കയ്യാങ്കളിയാണ്. അക്ബറിന്റെയൊക്കെ ഷർട്ടൊക്കെ വലിച്ചു കീറി ആകെ മൊത്തം ഒരു ടെററാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ ഒരു ടാസ്ക് നെവിനും അനിമോൾക്കും കിട്ടിയിരുന്നു. അനിമോളെ മാക്സിമം സ്ക്രീൻ സ്പേസ് കൊടുക്കാതെ അവോയ്ഡ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തെല്ലാം തീരുമാനിച്ചു വെച്ചപ്പോ ബിഗ് ബോസ് തന്നെ അതൊന്നും ഇവിടെ നടക്കില്ല, അനിമോൾക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കാതിരുന്ന എങ്ങനെ ശരിയാവുന്നത്? ഇത്രയും കണ്ടന്റ് പുറത്ത്, ഇത്രയും വലിയ ബിഗ് ബോസിനെ കുറിച്ച് ഇത്രയും വലിയ ചർച്ച ഉണ്ടാവുന്നത് തന്നെ അനിമോൾ കാരണമാണ്. അപ്പൊ പിന്നെ അനിമോൾ എന്തായാലും ആക്റ്റീവായിട്ട് വേണം. പക്ഷെ ഇനി നിങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു വ്യക്തിയെ മാക്സിമം അങ്ങ് കൊല്ലണ്ട എന്ന് തീരുമാനിച്ചിട്ട് എല്ലാത്തിനെയും ഫണ്ണാക്കുകയാണ്. ഈവൻ ശൈത്യയെ അവിടെ കട്ടപ്പ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞാൻ അത് വെച്ചിട്ടൊരു വീഡിയോ ഇട്ടത്, അതായത് ഒപ്പം നടക്കാനല്ല പിന്നിൽ നിന്ന് കുത്താനാണ് ഇഷ്ടം. ഇത് ശൈത്യയുടെ അമ്മ അതിനെയൊക്കെ എടുത്തത് ഒരു നല്ല ഫണ്ണായിട്ടുള്ള ഒരു രീതിയിലാണ്. ബിഗ് ബോസ് തന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ശരത്തപ്പാനിയെയും ബിൻസിയെയും തമ്മിൽ ചേർത്തുകൊണ്ട് ഹോട്ട്സ്റ്റാറിൽ ഇതേ കണക്കൊരു പോസ്റ്റർ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ദേ ഇതൊന്നും അല്ലാതെ അനുബെല്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അനുമോളുടെ കയ്യിരിക്കുന്ന ആ ഒരു ടെഡീനെ വെച്ചിട്ടും ഇപ്പോൾ ഒരു നല്ല അടിപൊളി ഹൊറർ തീമിലൊരു വീഡിയോ പ്രൊമോ ആയിട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും അത് പ്രൊമോ അല്ല, അത് ഒരു ട്രോൾ വീഡിയോ പോലെയാണ്. നമ്മൾ അതിനെ അങ്ങനെ കൺസിഡർ ചെയ്യണം എന്നാണ് പറയുന്നത്. ഈവൻ 7ന്റെ പണിക്ക് മുമ്പും ശേഷവും എന്നുള്ള ഒരു കോൺസെപ്റ്റില് ആര്യനെ നമ്മൾ ഫണ്ണാക്കിക്കൊണ്ട്, ആര്യന്റെ ഇമോഷൻസിനെ, ആര്യൻ അനുമോളെ കളിയാക്കിക്കൊണ്ട് ഒരു ഇമോഷൻ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആര്യൻ ജെനുവിൻലി കരയാണോ എന്ന് അറിയില്ല, പക്ഷെ എങ്കിലും ജെനുവിൻലി കരയുന്നത് പോലെ ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ആര്യന്റെ ഒരു ട്രോള് അത് ഏഷ്യാനെറ്റ് തന്നെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും ഏഷ്യാനെറ്റ് ഈ ഒരു ബിഗ് ബോസ് സീസണിൽ നടക്കുന്ന എല്ലാം, ഈച്ച് ആൻഡ് എവറി കാര്യത്തെയും ഫൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഓഡിയൻസിന്റെ ഇടയിൽ, അതായത് ഈ ബിഗ് ബോസ് സീസൺ 7ന്റെ പ്രേക്ഷകരുടെ ഇടയിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സീരിയസ് ആയിട്ടുള്ള ഫൈറ്റ് ഒക്കെ നടക്കുന്നത്. ബാക്കി എല്ലാം ബിഗ് ബോസ് ഉൾപ്പെടെ ഫൺ ആയിട്ടാണ് സംസാരിക്കുന്നത്. അനീഷിന്റെ അടുത്തൊക്കെ ബിഗ് ബോസ് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം ഒരു ഫൺ ആയിട്ട് കാണാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അവര് തമ്മിലുണ്ടാകുന്ന അടി ആയിക്കോട്ടെ, വഴക്കായിക്കോട്ടെ. ഇപ്പൊ ലാസ്റ്റ് ടൈം അക്ബറും ഷാനവാസും തമ്മിൽ ഒരു ഫൈറ്റ് നടന്ന സമയത്ത് കൺഫെഷൻ റൂമിൽ പിടിച്ചിരുത്തിയപ്പോൾ അവിടെ ഒരു ശരിക്കും 2 കൊച്ചു കുട്ടികൾ തമ്മിൽ അടി കൂടിയിട്ട് പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചർ പിടിച്ചിരുത്തിയത് കണക്കാണ്. 2 എണ്ണത്തിനെയും മിണ്ടാതെ അവിടെ പിടിച്ചിരുത്തി സംസാരിക്കുന്നത് മുഴുവൻ നിങ്ങൾ എന്തുവാ, എന്നും ഇങ്ങനെയാണോ, എന്നും ഞാൻ ഇങ്ങനെ വിളിച്ച് നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഉപദേശിക്കുന്നു, നിങ്ങളെ പറഞ്ഞു വിടുന്നു, നിങ്ങൾ വീണ്ടും വഴക്കുണ്ടാക്കുന്നു, നിങ്ങൾ വീണ്ടും കൺഫെഷൻ റൂമിൽ വരുന്നു, ഇങ്ങനെ പറഞ്ഞ ഒരു ബിഗ് ബോസ് ഉണ്ട്. ശരിക്കും ഈ ഒരു സീസൺ ഇതുവരെ ഉള്ള സീസണിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് 7ന്റെ പണി കൊണ്ട് മാത്രമല്ല, കുറച്ചധികം അതിനകത്തൊരു ഫണ്ണ് എല്ലാം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അക്ബറിനെ മനഃപൂർവ്വം കയറ്റിയതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഒരു സിനിമയാകുമ്പോൾ പാട്ടും വേണ്ടേ, അപ്പോൾ എല്ലാവരെയും ട്രോളിക്കൊണ്ടൊരു പാട്ട് പാടാൻ നമ്മുടെ അക്ബറിന് സാധിക്കുന്നുണ്ട്. ഡാൻസ് സ്റ്റെപ്സിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ രേണു സുധീർ ആക്റ്റീവായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്, ഒപ്പം നെവിനും. അപ്പോൾ എനിക്ക് തോന്നുന്നത് അനിമോളുടെ ഈ ഒരു അകത്ത ഈ ഒരു ചർച്ചകളൊക്കെ ഉണ്ടല്ലോ, ഈവൻ ഒരു കൂടോത്രം ചെയ്യുന്ന വ്യക്തിയാണ്, ആ ഒരു ടെഡിയാണ് അതിൻ്റെ ആ ഒരു കൂടോത്രത്തിൻ്റെ, അല്ലെങ്കിൽ അനൂബെല്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശക്തിയുള്ള എന്തോ ഒരു പാവക്കുട്ടിയാണ് അനുമോളുടെ കൈ ഇരിക്കുന്നത് എന്ന് പറയുന്ന ലെവലിലേക്ക് ആൾക്കാരെ ചിന്തിപ്പിക്കാൻ വേണ്ടി ഓൾമോസ്റ്റ് എല്ലാവരും അതിനകത്തും അത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രേക്ഷകരുടെ ഇടയിലും ഈ പറയുന്നൊരു തമാശയുണ്ട്. പക്ഷെ അതിനെ നിങ്ങൾ അത് വെച്ച് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് ഇട്ട് തരികയാണ്. മനഃപൂർവ്വമായിട്ട് അവരത് ചെയ്യുമ്പോൾ അവരുടെ റേറ്റിംഗ്, ഈ പറയുന്ന ആൾക്കാരുടെ ആ ഒരു ചർച്ചകൾ, ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ട് കണ്ട നമ്മുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ എനിക്കുൾപ്പെടെ ഇതിപ്പം ജിസേൽ ചെയ്യുന്നതിനകത്തും ജിസേൽ പറയുന്നതിനകത്തും ഒരു കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം. ജിസേൽ പക്ക പോളിഷ്ഡ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അതായത് ഇങ്ങനെ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ സംസാരിക്കണം എന്ന് തീരുമാനിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ജിസേൽ. അല്ലാതെ ഒരാളുടെ അതൊരു ആക്ടിങ് ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. കാരണം നെവിന്റെ ക്യാരക്ടർ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, ഫൺ ആകേണ്ട അടുത്ത് എല്ലാം ഫണ്ണാവും. പക്ഷെ ഭയങ്കര ക്രൂക്കഡായിട്ട്, കണ്ണിങ് ആയിട്ട് നെവിൻ ക്യാരക്ടർ സ്വിച്ച് ചെയ്യാറുണ്ട്, സീരിയസ് ആയിട്ട് ബിഹേവ് ചെയ്യാനും അറിയാറുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഒരു കല്യാണ വീട്ടിൽ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിന്റെ വീട്ടിൽ പോകുന്നു, നമ്മൾ നിൽക്കുന്ന ഒരു രീതിയുണ്ട്. സ്വന്തം വീട്ടിൽ നിൽക്കുന്ന കണക്കായിരിക്കത്തില്ലല്ലോ നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അത് ജിസേൽ, അത് ആ തരത്തിലുള്ള ഒരു വേഷപ്പകർച്ച ജിസേലിനുണ്ടെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. പക്ഷേ അനുമോളെ സംബന്ധിച്ചിടത്തോളം അനുമോള് ഗെയിമിന് വേണ്ടി, കോണ്ടന്റ് കൊടുക്കാൻ വേണ്ടി, എവിടെ അനുമോൾ എവിടെ ചിന്തിക്കുന്നോ അവിടെ കോണ്ടന്റ് എന്ന് പറയുകയാണ്.
പക്ഷെ അതിൽ തന്നെ അനുമോൾ ഈ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതിന്റെ പേരിൽ അനുമോളെ അത്രയധികം ടോർച്ചർ ചെയ്യുന്നത് സഹിക്കാനും കഴിയുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അനുമോളെ എല്ലാവരും ഇട്ട് ട്രിഗർ ചെയ്യുന്നുണ്ട്. അനുമോൾ അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് അനുമോൾ ഹാപ്പിയാണ്. അനുമോൾക്ക് അതുകൊണ്ട് തന്നെ നല്ല കോണ്ടന്റ് കിട്ടുന്നുണ്ട്. അനുമോൾ തന്നെ സെൽഫായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അതായത് മാനസികമായിട്ട് ഒട്ടും പറ്റുന്നില്ല, ബിഗ് ബോസിനോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഒരുപാട് കരഞ്ഞ് കഷ്ടപ്പെട്ട്, ഈവൻ അത് ഏറ്റവും കൂടുതൽ കരഞ്ഞ് അനുമോൾ കരയുന്ന ദിവസം ഞാനും ഒപ്പം കരഞ്ഞു പോയ ഒരാളാണ്. അതുകൊണ്ട് പറയാണ്. പക്ഷെ അതിനുശേഷവും ഈ പറയുന്നതെല്ലാം ഒരു കോണ്ടന്റ് ആണ്, ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി താൻ ചെയ്യുന്നതാണ് എന്ന് ആദിലെടുത്ത് നൂറെടുത്തും ഒക്കെ പറഞ്ഞ അനുമോളെ എങ്ങനെയാണ് പിന്നെ വിശ്വസിക്കുക? അപ്പം ഇത് അങ്ങനെയൊക്കെ ഒരുപാട് ചിന്തകൾ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഡിപ്ലോമാറ്റിക് ആകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മീൻസ് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ വരുന്നത്. പക്ഷേ ബിഗ് ബോസ് ആ ഒരു ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ട ഒരു വീഡിയോയ്ക്കകത്ത് അനുമോളുടെ പാവ വെച്ച് അനുബെല്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഹൊറർ തീമൊക്കെ കാണിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പിനെസ് തോന്നുന്നുണ്ട്. കാരണം ഇതിനെ നമ്മൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയെ, ഒരു റിയാലിറ്റി ഷോയെ ശരിക്കും അവർ കാണുന്നത് ഒരു എന്താ പറയാ, ഒരു സീരീസ് പോലെ നിങ്ങളത് ആസ്വദിക്കാനാണ്. ഒരു 100 ദിവസം 100 എപ്പിസോഡുള്ള ഒരു കഥ, ആ കഥ പോലെ നമുക്ക് കണ്ടിരിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ സത്യത്തിൽ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പൊ ഈ ഓണത്തിൻ്റെതായതുകൊണ്ട് രാവിലെ തൊട്ട് ഉച്ച വരെ സത്യം പറഞ്ഞാൽ പൂക്കളവും പിന്നെ അതിൻ്റെ ഇടയിൽ അടുക്കളയിലുള്ള ഓരോ സംസാരവുമാണ് ലൈവിൽ വരുന്നത്. പിന്നെ ഇപ്പൊ ഈ ഒരു ടാസ്ക് ഉണ്ടല്ലോ, ഈ തൊപ്പിയുടെ ടാസ്ക്, പക്ഷെ അത് ഇന്നത്തെ ടാസ്ക് കുറച്ചധികം ടെററാണ്. അപ്പോൾ ആ ഒരു ലൈവ് നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ ഹാജരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ശരി ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി ബൈ.